ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ക്രിസ്റ്റലിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള HSSTയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു പാർട്ട് 2 ആയിട്ടാണ് ഡിസ്കഷന് കൊണ്ടുപോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഗെറ്റ് റെഡി. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ലൈവായിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം ഒന്ന് ആൻസർ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമിക്കുക. അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കൂട്ടത്തിൽ ഈ ഓപ്പൺ റിസോഴ്സ് ആയിട്ടുള്ള ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യും. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെക്കുകയും അതുപോലെ ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടട്ടെ ഇങ്ങനത്തെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഡിസ്കഷനിലോട്ട് പോകാം. നിങ്ങൾ റെഡി അല്ലേ? കമന്റ് ബോക്സിൽ ലൈവ് ചാറ്റിൽ ഒരു യെസ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സ്റ്റാർട്ട്. വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസ്. ഓക്കെ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആർ യു റെഡി? യെസ്. ഓക്കെ, നമുക്ക് ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് ഡിസ്കഷനിൽ ആരംഭിക്കാം. ഇതാണ് ഒരു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു PYQ എന്ന് പറയുന്നത്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വായിക്കാൻ നിങ്ങൾക്കൊരു 40 സെക്കൻഡ്സ് മുതൽ 50 സെക്കൻഡ്സ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ലിങ്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഡെഫിനറ്റ്ലി കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഹിസ്റ്റോറിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹിസ്റ്ററി വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ജസ്റ്റ് ട്രൈ യുവർ അപ്രോച്ച്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒന്ന് ആൻസർ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേ പെട്ടെന്ന്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അപ്രോച്ച് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും അത് പറ്റിക്കോണമെന്നുണ്ടാവില്ല. നമ്മുടെ ഇത്രയും കാലം പഠിച്ച അറിവുകൾ വെച്ചിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പേരുകൾ നിങ്ങൾക്ക് ഫെമിലിയർ ആണോ എന്ന് നോക്കുക. ജി അരുണിമ, ജെ ദേവിക, കെ ശാരദാമണി, KN ഗണേഷ്. ഈ പേര് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഫെമിലിയർ ആണ്. ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ഫെമിലിയർ ആണ് KN ഗണേഷ് എന്ന് പറയുന്ന ഈ ഒരു പേര്. ഓക്കെ, അപ്പൊ ഇത് നാലാമത്തെ ഒരു ഓപ്ഷനിൽ വരുന്നതാണ്. അപ്പൊ ഇദ്ദേഹം എഴുതാൻ സാധ്യതയുള്ള പുസ്തകം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇങ്ങനത്തെ കടുകട്ടിയുള്ള ബുക്കിൽ എൻജെൻഡറിങ് ഇൻഡിവിജ്വൽസ് ലാംഗ്വേജ് ഓഫ് റിഫോമിംഗ് ഇൻ 20th സെഞ്ചുറി കേരള എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കാറ്റഗറി വരുമോ? ഇല്ല. പിന്നെ ഏറ്റവും നല്ലൊരു സാധ്യതയുള്ള എന്താണ്? മാട്രിലീനി ഇൻ കേരള മലബാർ. ഇത് ഇതിൻ്റെ ആണ് കേട്ടോ, സോറി, സിയുടേതാണ്. കേരളത്തിന്റെ ഇന്നലകൾ. ഈ പുസ്തകം KN ഗണേശൻ എഴുതാനൊരു സാധ്യത ഉണ്ടല്ലോ. യെസ്. അപ്പൊ ഇവിടെ നോക്കിക്കോ, 4A ഒഴിവാക്കിയിട്ട് ബാക്കി 4D ആണ് ഒക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എലിമിനേഷൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. ഇത് ചെറിയൊരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. അതേസമയത്ത് സർ, അപ്പോൾ ബാക്കിയുള്ളവർ ഞങ്ങൾക്ക് അറിയില്ലല്ലോ, അങ്ങനത്തെ കുറച്ച് ബുക്കുകൾ ഉണ്ടാകാറുണ്ട്. കാരണം റീസെൻ്റ് ആയിട്ട് പബ്ലിക്കേഷനിൽ വന്നിട്ടുള്ള ചില പുസ്തകങ്ങളാണ് വരുന്നത്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഇതിൻ്റെ ആൻസർ നോക്കിക്കുക നിങ്ങൾ. ഞാനിവിടെ ആ പുസ്തകങ്ങൾ തന്നെ ഇവിടെ കോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ലൈക്ക് ജെ ദേവികയുടെ ഒരു വർക്കാണ് എന്ത്? എൻജെൻഡറിങ് ഇൻഡിവിജ്വൽസ് ദ ലാംഗ്വേജ് ഓഫ് റിഫോമിംഗ് ഇൻ ഏർലി 20th സെഞ്ചുറി കേരളം. 2007 പബ്ലിക്കേഷനിൽ വന്നിട്ടുള്ള ഒരു പുസ്തകമാണ്. ഓക്കെ, അപ്പൊ അതൊരു റീസെന്റ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത്. അവരുടെ പുസ്തകമാണത്. എൻജെൻഡറിങ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം വരുന്നു ബൈ ജയദേവിക. ഇതാണ് ആ പുസ്തകം. അപ്പൊ ഇങ്ങനത്തെ പുസ്തകം തൽക്കാലം പഠിച്ചു വെക്കുക. കാര്യം എന്താ വെച്ചാൽ ഒരു പക്ഷേ മറ്റൊരു ഓപ്ഷനായിട്ട് കയറി വന്നാലോ എന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് PYQ മിസ്സാക്കണ്ട. മറ്റൊന്നാണ് കെ ശാരദാമണിയുടെ ഒരു പുസ്തകമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാട്രിലീനി ട്രാൻസ്ഫോംഡ് ഫാമിലി ലോ ആൻഡ് ഐഡിയോളജി ഇൻ 20th സെഞ്ചുറി ട്രാവൻകൂർ. ട്രാവൻകൂറിന്റെ പെർസ്പെക്റ്റീവിൽ മാട്രിലീനിയെ കുറിച്ച് പറയുന്ന ഒരു വർക്കാണ് ശാരദാമണി എഴുതിയിരിക്കുന്നത്. KN ഗണേശന്റെ ആണ് കേരളത്തിന്റെ ഇന്നലകൾ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ വർക്ക് എന്നുള്ളത്. ജി അരുണിമയുടെ മറ്റൊരു വർക്കാണെന്ത്? ദർ കംസ് പാപ്പ എന്ന് പറയുന്ന കൊളോണിയലിസം ആൻഡ് ട്രാൻസ്ഫോർമേഷൻ മാട്രിലീനി ഇൻ കേരള മലബാർ.
അപ്പൊ കൊണ്ടൊക്കെ എക്കോ ഒരു ടോപ്പിക്കാണ് ബേസിക്കലി. അതായത് ഇവിടെ ഒരു ജെൻഡർ സ്റ്റഡീസിൽ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത്. അത് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് ഹിസ്റ്ററി പറയുന്നു. ഇവിടെ മാട്രിലീനിയാണ് പറയുന്നത്. ഇവിടെയും കൊളോണിയലിസം അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ മാട്രിലീനിയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ പുസ്തകങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതിൽ ഈ മാട്രിലീനി ട്രാൻസ്ഫോംഡ് എന്നുള്ളത് 1999 പബ്ലിക്കേഷനാണ്. ഓക്കെ, എല്ലാം നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ആണ് ബേസിക്കലി. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സംതിങ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് പറയുന്നത്, ഒരു പക്ഷേ നിങ്ങൾ ഈ പുസ്തകങ്ങൾ നോർമൽ അക്കാഡമിക് റിസോഴ്സസിലൊന്നും പഠിച്ചു കാണത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു സെൻസെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അപ്കമിങ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എലിമിനേഷനിലോ അല്ലെങ്കിൽ ഈ പേരുകൾ എവിടെയെങ്കിലും ഒരു ഓപ്ഷനിൽ കയറി വരികയാണെങ്കിൽ എളുപ്പമായിരിക്കില്ലേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഫെമിനിസ്റ്റ് മൂവ്മെന്റും ജെൻഡർ സ്റ്റഡീസിന്റെയും ക്ലാസ്സസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുള്ളത് ഇത് ഇങ്ങനെ പഠിക്കണം എന്നുള്ളത്. അതേ അപ്രോച്ചിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് വായിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കും വേണ്ട, ഇനിയും പഠിക്കാണ്ടെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇൻസ്റ്റെഡ് പഠിക്കുന്ന കാര്യം വൃത്തിക്ക് നിങ്ങളൊന്ന് പഠിച്ചു പോ. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. എക്സാമിനേഷൻ എന്തായാലും അടുത്ത് വരുമല്ലേ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ എല്ലാവരും ആൻസർ ചെയ്യണം. മേക്ക് ഷുവർ പെട്ടെന്ന് വായിക്കുക, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഗൈസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ ജി അരുണിമ പറഞ്ഞത് എന്തായിരുന്നു? ദർ കംസ് പാപ്പ എന്ന് പറയുന്നത്. അപ്പോ A1C വരുന്നതാണ്. ഓക്കെ, 1C വരുന്നതാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഓപ്ഷൻ എ ഓൾറെഡി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. കാരണം നമുക്കറിയാം കെ എൻ ഗണേഷ് വരുന്നത് കേരളത്തിന്റെ ഇന്നലകളാണെന്നുള്ളത്. അപ്പോൾ 4D ആയിരിക്കും വരിക. പിന്നെ അപ്പോൾ ഇത് 3 ഓപ്ഷനിൽ സാധ്യതയുണ്ട്. പിന്നെ ജി അരുണിമോട് ദർ കംസ് പാപ്പ കൊളോണിയൽസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ മെറ്റലൈൻ കേരള മലബാർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് വരുന്നത് 1C. 1Cയിൽ പിന്നെ സാധ്യതയുള്ള ഇതാണ്. അപ്പോൾ ബി ഒഴിവാക്കാം. ഓക്കെ, പിന്നുള്ളത് പിന്നെ ശാരദാമണിയുടെ ഒരു വർക്ക് വരുന്നുണ്ട്, ദേവികയുടെ വർക്ക് വരുന്നുണ്ട്. ദേവികയുടേതാണ് എന്ത് വരുന്നത്? എൻജെൻഡറിങ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് 2A ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിന്റെ ഉത്തരം വരുന്നത് കേട്ടോ. അതൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഡി എഴുതിയവർക്ക് ശരിയായിട്ടുള്ള ഒരു കൺഗ്രാറ്റ്സ്. ബാക്കിയുള്ളവരൊന്ന് ശ്രദ്ധിക്കുക, പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഒന്ന് ഇത് വായിച്ചിട്ടൊന്ന് പെട്ടെന്ന് ആൻസർ ചെയ്തേ. മാക്സിമം 15-20 സെക്കൻഡ്സ്, അതിനേക്കാൾ കൂടുതൽ എടുക്കരുത്. പെട്ടെന്ന് എല്ലാവരും വായിക്കുക, പെട്ടെന്ന് ആൻസർ ചെയ്യും. ഐ എം വെയിറ്റിംഗ്. ലൈവ് ചാറ്റ് ഉപയോഗിച്ചിട്ട് കമന്റ് ചെയ്യും. ഒരു സിമ്പിൾ കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ സ്റ്റോൺ ഏജുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ലേറ്റ് ആക്കല്ലേ. ഐ വാണ്ട് ഓൾ ഓഫ് യു ടു കമന്റ് ദിസ് പെർട്ടിക്കുലർ ആൻസർ. പെട്ടെന്ന് ചെയ്തു, പെട്ടെന്ന് കമന്റ് ചെയ്യൂ. എന്നിട്ട് ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, okay, let me read. Which knowledge acquired by human beings is considered as the first great step in man's emancipation from the bondage to his environment? മനുഷ്യനാണെന്ന് തോന്നുന്ന ഒരു ബോണ്ടിൽ നിന്നും മനുഷ്യൻ അതിൽ നിന്ന് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നെക്സ്റ്റ് ലെവലിലോട്ട് കിടക്കുന്നത് എപ്പോഴാണ് എന്നതാണ് അതിന്റെ ചുരുക്കം. ടൂൾസ് ഉപയോഗിക്കുമ്പോഴാണോ? അത് തുടക്കം മുതൽ അവൻ ഉപയോഗിക്കുന്നുണ്ട്. ഫ്രം ദ ഏർലി ഡേയ്സ് ഓഫ് ഹിസ്റ്ററി ഇറ്റ് സെൽഫ് മാൻ യൂസസ് ടൂൾസ്. പക്ഷെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ അവന്റെ ഒരു ഇമാൻസിപ്പേഷനിലോട്ട് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടത്. ബിക്കമിങ് ബൈപെഡൽ, 4 കാലിൽ നിന്നും 2 കാലിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, അതാണോ? ദ കൺട്രോൾ ഓഫ് ഫയർ ആണോ? യെസ്, ഡെഫിനറ്റ്ലി ഫയർ ആണ് ആൻസർ വരുന്നത് കേട്ടോ. തീ കണ്ടെത്തുന്നതോടുകൂടിയാണ് മനുഷ്യൻ അടുത്തൊരു ലെവലിലോട്ട് കൊണ്ടുപോകുന്നത്. യു ഗൈസ് നോ ഡെഫിനറ്റ്ലി പാലിയോലിത്തിക് കാലഘട്ടം മുതൽക്ക്, സ്പെസിഫിക്കലി സെയിം സംടൈംസ് അപ്പർ പാലിയോലിത്തിക്കിന്റെ ഭാഗത്താണ് ചില കാലഘട്ടങ്ങൾ വരുന്നത്. പാലിയോലിത്തിക്കിന്റെ കാലഘട്ടം മുതൽക്ക് തീ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. അതാണ് മനുഷ്യന്റെ ഒരു ഇമാൻസിപ്പേഷനിലോട്ടുള്ള ഒരു സ്റ്റേജ് ആയിട്ട് പറയുന്നത്. ടൂൾസ് അല്ലാതെ തുടക്കം മുതലേ ഉണ്ടേ. ലോവർ പാലിയോലിത്തിക് ടൂൾസ് ഉപയോഗിക്കുന്നില്ല, യെസ്. പക്ഷെ ഒരു തീ കണ്ടെത്തുന്നതോടുകൂടിയാണ് അടുത്തൊരു ലെവൽ വരുന്നത്. ഈ ചോദ്യം നിങ്ങൾക്ക് വേറെ രീതിയിലാണ് വരുന്നത്. ദ ഫസ്റ്റ് ഗ്രേറ്റ് സ്റ്റെപ്പ് ഇൻ വിച്ച് ദ മാൻ ബിഗാൻ ടു ഹാവ് എ സെറ്റിൽഡ് ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതേതായിരിക്കും?
അത് സെറ്റിൽഡ് ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ പറയണം, അല്ലെങ്കിൽ ദാറ്റ് ബിക്കം സംതിങ് റെവല്യൂഷണറി ടുവാർഡ്സ് അതർ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഏതായിരിക്കും? അത് നിയോലിത്തിക് ആയിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുക. ഇതൊരു കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി ഇതേപോലെ ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നമുക്കറിയാവുന്ന ബേസിക് കോൺസെപ്റ്റ് ആണ് അന്നോ ഡൊമിനി എന്ന് പറയുന്ന AD. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒന്ന് പെട്ടെന്നൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കിക്കേ. ഗൈസ് പെട്ടെന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ എന്തായാലും 4 ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ കമന്റ് ചെയ്യാതിരിക്കരുത്. ജസ്റ്റ് കമന്റ് യുവർ സെൽഫ്. എന്നിട്ട് ഇത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പറഞ്ഞ പോലെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവസാന മൊമെന്റിൽ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ, കാരണം നിങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഓപ്പൺ വീഡിയോ അല്ലേ, ഓപ്പൺ ഡിസ്കഷൻ അല്ലേ, മിസ്സാക്കരുത്. ഓക്കെ, ഇതൊരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് പൊതുവെയുള്ള ജനറൽ സോഴ്സസിലൊന്നും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുമായിരുന്നില്ല. എന്തായാലും വായിക്കാം. അന്നോ ഡൊമിനി എന്ന് പറയുന്ന നമ്മുടെ AD, ആ ഒരു ഓർഡർ ഓഫ് ക്രോണോളജി ദാറ്റ് ബിക്കേം ദ യൂറോപ്യൻ നോം ഓഫ് റെക്കണിങ് ടൈം. അതായത് ടൈമിനെ പരിഗണിക്കുന്ന ഒരു യൂറോപ്യൻ സിസ്റ്റമായിട്ട് അന്നോ ഡൊമിനി വന്നല്ലോ. അത് ആദ്യമായിട്ട് എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ഓപ്ഷൻസ് കുത്തിയാലും മതി, നിങ്ങൾ ഈ ഫുള്ള് എഴുതണ്ട. കോമന്റ് ചെയ്യുന്ന ആൾക്കാര് ABCD 4 കുത്തിയാൽ മതി. ദ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഈ ബുക്ക് ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ പേര് എന്നുള്ളത് സെന്റ് അഗസ്റ്റിനുമായി ബന്ധപ്പെട്ട് കേൾക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ എക്ലസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ഇംഗ്ലീഷ് പീപ്പിൾ, എക്ലസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് യൂസബിയസ് പാംഫിലസ്, നൺ ഓഫ് ദിസ്. നമുക്ക് ഇത് രണ്ടും അറിയാത്തതുകൊണ്ട് വേണമെങ്കിൽ നൺ ഓഫ് ദി കുത്തല്ലേ. പക്ഷെ ഒരു ആൻസർ ഉണ്ട്. ഓക്കെ, ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്നത് കേട്ടോ. മീൻസ് ആദ്യമായിട്ടാണ് ഈ ഒരു പുസ്തകത്തെ കുറിച്ച് ഞാനും അറിയുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ 100 ക്വസ്റ്റ്യൻസിൽ ഇങ്ങനത്തെ സർപ്രൈസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മക്കളെ. നിങ്ങൾ ആ ഒരു കോൺഫിഡൻസോട് കൂടെ തന്നെ പോയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ധൈര്യത്തോട് തന്നെ പോവുക കേട്ടോ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ പഠിച്ച ഇൻഫോർമേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ സർപ്രൈസിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻഡ് ആൻസർ ഈസ് എക്ലസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ഇംഗ്ലീഷ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു വർക്കിലാണ് വരുന്നത്. 731 സമയത്ത്, AD 731 സമയത്ത് ഇംഗ്ലണ്ടിലെ ചർച്ച് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുസ്തകമാണ് ഈ എക്ലസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ഇംഗ്ലീഷ് പീപ്പിൾ എന്ന് പറയുന്നത്. ബേഡെ എന്ന് പറയുന്ന ഒരാളാണ് അത് എഴുതുന്നത്. അതിലാണ് എന്ത് ചെയ്യുന്നത്, ADയെ കുറിച്ച് പരാമർശിക്കുന്നത്. ലാറ്റിൻ ഭാഷയിലാണ് ഇത് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എക്ലസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ഇംഗ്ലീഷ് പീപ്പിൾ അതിന് ഫർദർ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഇൻഫർമേഷൻ ആയിരിക്കും അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, ആരാണ് എഴുതിയത് ബേഡെ എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ എവിടെയാണ് എഴുതിയത്, ഇംഗ്ലണ്ടിലാണ് വരുന്നത്. ഓക്കെ, ദെൻ ഏതാണ് ലാംഗ്വേജ്, ലാറ്റിൻ ലാംഗ്വേജിലാണ് എഴുതുന്നത്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിലാണ് നമ്മൾ പറയുന്ന അന്നോ ഡൊമിനി കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി എന്ത് ചെയ്യും, ഇപ്പൊ നിങ്ങൾ പഠിച്ചു പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിച്ചു പോകാനെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് സഹായിക്കട്ടെ. ഓക്കെ അല്ലേ പറഞ്ഞത്? ഫൈൻ. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് സിമ്പിൾ ആണ്, കോൺസെപ്റ്റൽ ആണ്. ഒന്ന് കൃത്യമായിട്ട് ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വായിച്ചെടുക്കാൻ ഒരു 30 സെക്കൻഡ്സ്. കാരണം ഇത് കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും. അപ്പോൾ ഒരു 30 സെക്കൻഡ്സിനുള്ളിൽ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലേറ്റ് ആക്കരുത്. നിങ്ങൾക്ക് 4 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഓപ്ഷൻ ABCD ഏതെങ്കിലും ഒന്ന് കുത്തിയാൽ മതി, പക്ഷെ കുത്തണം പെട്ടെന്ന്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടല്ലോ. ഫൈൻ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യന് എങ്ങനെയാണ് എന്താണെന്നുള്ളത് വളരെ ബേസിക് ആയിട്ട് ഒന്നൊരു കഥ ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഈ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ മനസ്സിൽ പോകേണ്ടത് ഇത് ഇംഗ്ലണ്ടിലാണെന്നുള്ളതാണ്.
ഓക്കെ, ഇംഗ്ലണ്ടിൽ നിങ്ങൾ പറയുന്ന 1688 ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന് പറയുന്ന ബ്ലഡ്ലെസ് റവല്യൂഷൻ നടക്കുന്നുണ്ട് അല്ലെ, ഒരു മഹത്തായ വിപ്ലവം എന്നൊക്കെ പറയുന്ന ഒന്നുണ്ട്. അതിനുശേഷം 1689 വരുന്നതാണ് എന്ത്, ബിൽ ഓഫ് റൈറ്റ് എന്നുള്ളത്. അപ്പൊ എന്തായിരുന്നു ഇംഗ്ലണ്ടിലെ പ്രശ്നം? പാർലമെന്റ് വേഴ്സസ് മൊണാർക്കി, ഇതാണ് ഇഷ്യൂ ഉണ്ടായിരുന്നത്. മൊണാർക്കി എന്തായിരുന്നു? കാത്തലിക് ആയിരുന്നു. പാർലമെന്റോ അവര് പ്രൊട്ടസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ പാർലമെന്റ് പ്രൊട്ടസ്റ്റൻസ് ആയിട്ട് അവർ വിജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സെൻസിൽ അറിഞ്ഞിരിക്കുക. അവസാനം ആര് വന്നു? വില്യമും മേരിയും വന്നു. എന്നിട്ട് ദേ അഗ്രീഡ് നോട്ട് ടു റേസ് എ സ്റ്റാൻഡിങ് ആർമി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കണക്ക് വെക്കുന്നുണ്ട്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? നോട്ട് ട്രൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, they agreed not to levy taxes without parliament consent. They agreed to call meetings of parliament annually. They agreed to guarantee free elections to parliament seats. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ സമയം തരികയാണ്. ഒന്ന്, നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിട്ട് ബിൽ ഓഫ് റൈറ്റ്സിൽ ശരിയല്ലാത്തത് എന്തായിരിക്കാം എന്നുള്ളത് ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യും. ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യും. ഓക്കെ, എന്തായിരിക്കും അതിന്റെ ആൻസർ വരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്താണ് ട്രൂ അല്ലാത്തതെന്ന് ചോദിച്ചിരിക്കുന്നത്. വില്യമും മാരിയും ഒരു ആർമിയെ സ്വന്തമായിട്ട് ഉയർത്തിക്കൊണ്ടുവരില്ല എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇത് ശരിയാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ദ അഗ്രീഡ് നോട്ട് ടു ലെവി ടാക്സസ് വിത്തൗട്ട് പാർലമെന്റ് കൺസെന്റ്, അത് തന്നെയായിരുന്നു ഇവരുടെ മെയിൻ ഉദ്ദേശം. ദ അഗ്രീഡ് ടു കോൾ മീറ്റിംഗ്സ് ഓഫ് പാർലമെന്റ് ആനുവലി അല്ല, ഇത് ഉദ്ദേശിക്കുന്നത് റെഗുലർലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. അതായത് ആവശ്യാനുസരണം എന്നുള്ള രൂപത്തിലോട്ടുള്ള കാര്യം, അല്ലാതെ ആനുവലി എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പൊ സി ആണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. റെഗുലർലി എന്തായാലും പാർലമെന്റ് വിളിച്ചു കൂട്ടണം എന്നുള്ളതാണ്. പിന്നെ ഫ്രീ ഇലക്ഷൻസും ഫ്രീഡം ഓഫ് സ്പീച്ചും ഒക്കെ വേണം. പിന്നെ 1702 ഒരു ആക്ട് ഓഫ് സെറ്റിൽമെന്റ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട് രാജാക്കന്മാര് പ്രൊട്ടസ്റ്റന്റ് ഫാമിലി എന്നേ വരുള്ളൂ, അതായത് കാത്തലിക്കിൽ നിന്നും രാജാക്കന്മാരാവില്ല എന്ന് പറയുന്ന 1702 ഒരു ആക്ട് ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി എന്ത് ചെയ്യോ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ആക്ച്വലി ദ ആൻസർ ഈസ് റിട്ടൺ ഹിയർ. Okay, the paramilitary supporters of Hitler was known as. ഹിറ്റ്ലറിന്റെ പാരാമിലിറ്ററി സപ്പോർട്ടേഴ്സിനാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഗെസ്താപ്പോ, റൈഷ്ടാഗ്, സ്റ്റെർമറ്റിലിംഗ്, ജർമ്മൻ ടേം ആണ്, അത് കൃത്യമായിട്ട് അറിയില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇവിടെ ഓൾറെഡി കൊടുത്തുകൊണ്ട് ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഹിറ്റ്ലറെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അഡോൾഫ് ഹിറ്റ്ലറിന്റെ ജീവിതത്തിലെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ക്രൊണോളജിക്കലി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഒന്ന്, അദ്ദേഹം 1889 ഒരു ഓസ്ട്രിയൻ ടൗണില് ഒരു ചെറിയ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 914 നമുക്കറിയാം ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നുണ്ട്. ആ സമയത്ത് ജർമ്മൻ ആർമിയിൽ അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓസ്ട്രിയ, ഹംഗറി, ജർമ്മനി എന്നൊക്കെ പറയുന്ന അലയൻസ് ആണ് ജർമ്മനിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്നുണ്ടായിരുന്നത് 16th ബവേരിയൻ റിസർവ് ഇൻഫൻട്രി റെജിമെന്റിന്റെ കൂടെ. ഇത് ഞാനിവിടെ ഏതാണ് റീസൺ, ഒരു പക്ഷെ പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ കയറി വരുവാണെങ്കിൽ അപ്പൊ നിങ്ങൾ അന്തം വിടരുത്, അയ്യോ ഇങ്ങനെയൊക്കെ പഠിക്കണോ എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നേക്ക്. ഞാൻ ഈ നീല കളറിൽ ഇടുന്നത് ഒന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 16th ബവേരിയൻ റിസർവ് ഇൻഫൻട്രി റെജിമെന്റിലായിരുന്നു ജർമ്മൻ ആർമിയുടെ ഭാഗമായിട്ട് ഹിറ്റ്ലർ ഉണ്ടായിരുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്തു. അദ്ദേഹത്തിന് അവാർഡൊക്കെ കിട്ടുന്നുണ്ട്. ദാറ്റ് അയേൺ ക്രോസ് എന്ന് പറയുന്ന ഒരു അവാർഡും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. 920 സമയത്ത് ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നുണ്ട്, ആർമിയിൽ നിന്ന് അദ്ദേഹത്തെ പിരിച്ചു വിടുന്നുണ്ട്. അദ്ദേഹം പിരിഞ്ഞു പോകുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിലാണ് ജോയിൻ ചെയ്യുന്നത്. ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിലെ ഓക്കെ. എന്നിട്ട് ആ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിലെ ഒരു ഉന്നത നേതാവായിട്ട് അദ്ദേഹം വരാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയുടെ പേരൊക്കെ ഒന്നും കൂടെ ഒന്ന് മാറ്റിയിട്ട് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി
എന്നൊക്കെ ആക്കി മാറ്റുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം, സോഷ്യലിസ്റ്റ് പറയുന്ന ആശയങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിനെ നാസി എന്ന് വിളിച്ചപ്പോൾ സോഷ്യലിസം ഇല്ല, ഇറ്റ് ഈസ് പക്ക എഗെയിൻസ്റ്റ് സോഷ്യലിസ്റ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, 1921 ആകുന്ന സമയത്ത് ഹിറ്റ്ലർ എന്ത് ചെയ്തു? നാസി പാർട്ടിയുടെ തലവനായി. അപ്പൊ ഈ ഒരു പോയിന്റ് ഒന്ന് പഠിച്ചു വെച്ചേക്ക്. 1921 അദ്ദേഹം അതിന്റെ തലവനാകുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു വർക്കേഴ്സ് പാർട്ടി ആയിട്ടാണ് ഇവർ ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടാണ് ആരംഭിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ വർക്കേഴ്സ് പാർട്ടിന്റെ കീഴിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പാരാമിലിറ്ററി ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന്റെ പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എസ് എ, സ്റ്റെമ ബിറ്റിലൂൺ എന്ന് പറയുന്ന ഒരു കാര്യം. അതിന്റെ ഒരു ട്രാൻസ്ലേറ്റഡ് മീനിങ് സ്റ്റോം ഡിവിഷൻ ഓർ സ്റ്റോം ട്രൂപ്പേഴ്സ് എന്ന് പറയുന്ന കൊടുങ്കാറ്റ് എന്നാണ് അർത്ഥം. അവര് ഗവൺമെന്റിനെതിരെ ചില പ്രക്ഷോഭങ്ങളായപ്പോൾ ഗവൺമെന്റ് അവരെ റദ്ദാക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് വീണ്ടും 1925 സമയത്ത് അവർ റീഫൗണ്ടഡ് ദ നാസി പാർട്ടി. 1925 പാർട്ടി വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ ഒരു 3 പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. ഇത് അദ്ദേഹത്തിന്റെ ഒരു ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോയിന്റുകളാണ്. 1931 അദ്ദേഹം എന്തുന്നുണ്ട്? അന്ന് അവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്ന, ജർമ്മനി ഭരിച്ചിട്ടുണ്ടായിരുന്ന പോൾ വോൺ ഹിൻഡൻബർഗിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് അവിടുത്തെ ഗവൺമെന്റിന് നിലവിൽ ആരാണോ അവരെ ചലഞ്ച് ചെയ്തിട്ട് അദ്ദേഹം ഭരണത്തിൽ വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഹി ബിക്കെയിം ഒഫീഷ്യൽ ജർമ്മൻ സിറ്റിസൺ ആയിട്ട് മാറി. എന്നിട്ട് അവര് ഹിൻഡൻബർഗിനെതിരെ മത്സരിക്കുന്നുണ്ട്. എന്നിട്ട് 1933 സമയത്ത് ഹിറ്റ്ലർ എന്ത് ചെയ്തു? ഹി ബിക്കെയിം ദ അപ്പോയിന്റഡ് ആസ് എ ചാൻസലർ ഓഫ് കോalition ഗവൺമെന്റ് ജർമ്മനി. ഓക്കെ, അതായത് ഇവരുടെ റൈഷ്ടാഗ് എന്ന് പറഞ്ഞ ഒരു പാർലമെന്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ അവിടെ ഒരു കോalition ഗവൺമെന്റിലൂടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട്, ചാൻസലറായിട്ട് ആര് ഉയർന്നു വന്നു? ഹിറ്റ്ലർ ഉയർന്നു വന്നു. പക്ഷെ ഭരണത്തിൽ വന്നതിന് ശേഷം പുള്ളിക്കാരൻ 1933 ഒരു കാര്യം പറഞ്ഞു: ഇനി ഒരു പാർട്ടിയും വേണ്ട, നാസി പാർട്ടി മാത്രം മതി. അതുപോലെ വേഴ്സൽ സ്ട്രീറ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായിരുന്ന ദ എക്സ്പ്ലോയിറ്റീവ് ട്രീറ്റി ഓൺ ജർമ്മനി, അതിൽ നിന്ന് അവർ വിഡ്രോ ചെയ്യുകയും ചെയ്തു. അങ്ങനത്തെ ഒരു സംഭവം 1933 നടക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരുന്നേക്ക്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ച് സിഗ്നിഫിക്കന്റ് ആണ്. ഇതൊന്ന് ആദ്യം ഒന്ന് വായിച്ച്, എന്നിട്ട് നമുക്ക് ബാക്കി കുറച്ച് ഇൻഫോർമേഷൻ ഇവിടെ ഒക്കെ ഉണ്ട്. അദ്ദേഹം സൂയിസൈഡ് ചെയ്യുവോളുള്ള കാര്യങ്ങൾ നമുക്ക് പറയണമല്ലോ. അപ്പൊ പെട്ടെന്നൊന്ന് വായിക്ക്, മേക്ക് ഇറ്റ് ഫാസ്റ്റർ. അതിൽ നീല കളർ കൊടുത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കരുത് കേട്ടോ. ഈ നാസി പാർട്ടിയുടെ പേരുണ്ടല്ലോ, നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി ആണെന്നുള്ളത് അത് മറക്കരുത്. അതിനെയാണ് നമ്മൾ സിംപ്ലി നാസി പാർട്ടി എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഡിസ്കഷനും ഈ എക്സ്ട്രാ ഇൻഫോർമേഷനൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്തിട്ട് അറിയിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ സന്തോഷമായിരുന്നു. നിങ്ങളുടെ ഒരു ഹാപ്പി ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ബാക്കി പറഞ്ഞോട്ടെ? യെസ്, ബാക്കി കുറച്ച് ഇൻഫോർമേഷൻ അവിടെ ഉണ്ട്, നമുക്ക് അതോടൊന്ന് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ 1933 ആയപ്പോൾ പുള്ളിക്കാരൻ ഒരു ഓട്ടോക്രസിയിലോട്ട് മാറി. 1934 ആദ്യം എന്ത് ചെയ്തോ? ഈ ഡിമോളിഷ്ഡ് ഓൾ ഓപ്പോസിഷൻ വിത്തിൻ നാസി പാർട്ടി. നാസി പാർട്ടിന്റെ അകത്തുള്ളവരെ തന്നെ എന്ത് ചെയ്തു? അദ്ദേഹം ഉന്മൂലനം ചെയ്തു തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ആ പോയിന്റ് ഇവിടെ എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കുക. 1933 എല്ലാ പാർട്ടിയും ഒഴിവാക്കി, സ്വന്തം പാർട്ടിയെ 1934 ആകുമ്പോഴേക്കും അദ്ദേഹം പ്യൂരിഫൈ ചെയ്തു. എന്നിട്ട് ഒരു ജൂലൈ മാസം ആകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രസിഡന്റ് മരിച്ചു, ഹിൻഡൻബർഗ് മരിച്ചു. എന്നിട്ട് ഹിറ്റ്ലർ വാസ് അപ്പോയിന്റഡ് ആസ് ഫ്യൂറർ ആയിട്ട് വന്നു, ആൻഡ് റൈസ് ചാൻസലർ, അതായത് ഹെഡ് ആയിട്ട് മാറി. അപ്പൊ 1934 പരമാധികാരം കിട്ടുന്നത്. ഓക്കെ, അതായത് സുപ്രീം ലീഡർ ഓഫ് ജർമ്മനി ആയിട്ട് മാറുന്ന 1934. 1933 ചാൻസലർ ആയിട്ടുണ്ടായിരുന്നു, 1934 പരമാധികാരം. കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രസിഡന്റ് മരിച്ചു, എന്നിട്ട് ഹി വാസ് അപ്പോയിന്റഡ് ആസ് ഫ്യൂറർ, അതായത് പ്രസിഡന്റും അതുപോലെ വൈസ് ചാൻസലറൊക്കെ ആയിട്ട് അദ്ദേഹം വന്നു. എന്നിട്ട് പ്രസിഡന്റ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ അദ്ദേഹം അബോളിഷ് ചെയ്തു. പിന്നീട് 1938 വരെ അദ്ദേഹത്തിന്റെ കുറച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള അഗ്രസീവ് നാഷണലിസം, നാസിസത്തിന്റെ പോളിസികളൊക്കെ നമ്മൾ വേൾഡ് വാറിന്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒന്നാണ്. 1938 9th നവംബറിന്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? 7500 ജൂയിഷ് ഷോപ്പുകൾ അദ്ദേഹം തകർത്ത് കളയുന്നതും 400 സിനഗോഗുകൾ കത്തിച്ച് ചാമ്പലാക്കുന്നതും, പിന്നീട് നമ്മൾ പറയുന്ന പോലെ ഒരു എന്താ പറയാ, നമ്മളൊരു കോൺസെൻട്രേഷൻ ക്യാമ്പും അവരുടെ ന്യൂറംബർഗ് ട്രയൽസ് ഒക്കെ നിങ്ങൾ ഒരു പക്ഷേ പിന്നീട് കേട്ടിട്ടുണ്ടാവും. അത് മറ്റൊരു സംഭവമാണ്. അതായത് ജൂതന്മാരെ അദ്ദേഹം കൊന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, അങ്ങനെ 1938 9th നവംബറിന് അദ്ദേഹം നടത്തിയിട്ടുള്ള, ജൂതന്മാർക്കെതിരെ നടത്തിയിട്ടുള്ള ഈ ഒരു ഇവന്റിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ നാഷ്റ്റ് എന്നുള്ളത്, ഫോർ നൈറ്റ് ഓഫ് ദ ബ്രോക്കൺ ഗ്ലാസ്. ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആലോചിച്ച് നോക്കിക്കേ. നൈറ്റ് ഓഫ് ദ ബ്രോക്കൺ ഗ്ലാസ് ഈസ് ദ ഇവന്റ് റിലേറ്റഡ് ടു
വിച്ച് സ്റ്റേറ്റ് എന്നോ അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടാണെന്നുള്ളത് ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷൻസ് എക്സ്ട്രാ പഠിച്ചു വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ പേരും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുന്നത് നല്ലതാണ്. ഈ ബ്ലൂ കളറിലിട്ട മാത്രം കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, ഫൈൻ. പിന്നീട് അദ്ദേഹം റഷ്യയുമായിട്ട് ഒരു താൽക്കാലിക സമാധാന കരാറിൽ ഏർപ്പെടുന്നുണ്ട്. മൊളോട്ടോവോ റിബൻട്രോപ്പ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അറിഞ്ഞിരിക്കുക, ജർമ്മനിയും റഷ്യയും തമ്മിൽ ഒരു പീസ് ട്രീറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് റിഗാർഡിംഗ് ദ പോളണ്ട് ഇഷ്യൂ. പക്ഷേ ഫസ്റ്റ് സെപ്റ്റംബർ 1939 കേട്ടോ, സോറി, ജർമ്മനി പോളണ്ടിനെ അറ്റാക്ക് ചെയ്തു. ഇതോടുകൂടെ സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന വേൾഡ് വാറിലെ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് യുദ്ധങ്ങളാണ് 1941 ജൂൺ മാസത്തില് ജർമ്മനി അറ്റാക്ക്ഡ് റഷ്യ ആസ് പാർട്ട് ഓഫ് ഓപ്പറേഷൻ ബാർബറോസ. ചിലപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓപ്പറേഷൻ ബാർബറോസ ആരൊക്കെ തമ്മിലുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചു വെക്കണം. ഓപ്പറേഷൻ ബാർബറോസ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഇവർ തമ്മിൽ നല്ല ഫൈറ്റ് ഉണ്ടായി എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കൂട്ടത്തിൽ 1943 ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ് നടന്നു റഷ്യൻ സിറ്റിയിൽ. അതിൽ ജർമ്മനി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ 1943 കൂടെ ജർമ്മൻ പരാജയപ്പെട്ടു തുടങ്ങി. 1945 റഷ്യ എന്ത് ചെയ്തു, ജർമ്മനിയെ പിടിച്ചു. അപ്പൊ റഷ്യയും ജർമ്മനി തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ശത്രുക്കളായിട്ടുണ്ടായിരുന്നത്. ഹിറ്റ്ലർ സൂയിസൈഡ് ചെയ്തു അലോങ് വിത്ത് ഹിസ് വൈഫ് ഈവ ബ്രോൺ. അവർക്ക് ഒരുമിച്ച് സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെയായിരുന്നു സംഭവം ഉണ്ടായിരുന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ നീല കളറിൽ കൊടുത്തിരിക്കുന്ന ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ്, ഓപ്പറേഷൻ ബാർബറോസ, ദെൻ പോളണ്ടിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സംഗതി 1 സെപ്റ്റംബർ, ദെൻ നൈറ്റ് ഓഫ് ദ ബ്രോക്കൺ ഗ്ലാസ്. ഇത്രയും ഇവന്റുകൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിക്കേ. ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ഒന്ന് കളക്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനത്തെ സെഷൻസ് ഒക്കെ മിസ്സാക്കാതെ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. എന്ത്, പഠിച്ച അറിവ് വെച്ചിട്ട് ഞാനിത് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, കൃത്യമായിട്ട് വായിക്കും എന്നുള്ളത്. അങ്ങനെ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഈ ഒരു ഡിസ്കഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാക്കി നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.